ഷൗട്ട് ഓഫ് സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കുത്തബ് മിനാറും ലോട്ടസ് ടെമ്പിളും കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് 35 രൂപയാണ് ടിക്കറ്റിന്. ഓൺലൈനായിട്ട് എടുത്തിട്ട് നമ്മൾ കുത്തബ് മിനാറിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഞങ്ങൾ ലീവൊക്കെ കഴിഞ്ഞ് ആസാമിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാണ്. ഇപ്പോൾ രാവിലെ ഡൽഹിയിലെത്തി, രാവിലെ ഒരു 6:30 ആകുമ്പോൾ എത്തി. ഇനി അടുത്ത ട്രെയിന് വൈകിട്ട് 4:30 ആസാമിലേക്ക്. അതിനിടയ്ക്ക് ഇവിടെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് കുത്തബ് മിനാറിലേക്കാണ്. ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി ഒന്ന് ഫ്രഷായി ഞങ്ങളെ ലഗേജൊക്കെ അവിടെ ക്ലോക്ക് റൂമിൽ വെച്ച ശേഷം ഒരു ടാക്സി വിളിച്ചാണ് ഞങ്ങൾ കുത്തബ് മിനാറിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് പഴയ കാലത്തെ നിർമ്മിതികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ മിനാറാണ് കുത്തബ് മിനാർ. ഇവിടെ അതിൻ്റെ പണ്ടത്തെ ഓരോ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഗാർഡനൊക്കെ ഉണ്ട്. അപ്പോൾ ദൂരെ നിന്നേ നമുക്ക് കുത്തബ് മിനാർ കാണാൻ പറ്റും. ഏകദേശം 73 മീറ്റർ ഉയരമുണ്ട് ഇതിന്. 800 വർഷത്തെ പഴക്കമുണ്ട്. പിന്നെ ഇഷ്ടികയും മാർബിളും ഉപയോഗിച്ചിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. ഇതിന് 399 പടികളുണ്ട്. 5 നിലകളുണ്ട് ഇതിനകത്ത്. ഇവിടെ കുത്തബ് മിനാർ കോംപ്ലക്സ് എന്നാണ് ഇതിന് പറയുന്ന പേര്. ഞങ്ങൾ രാവിലെ തന്നെ ആയതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. ഞങ്ങൾ രാവിലെ ട്രെയിൻ ഇറങ്ങിയ സമയത്ത് മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അത്ര ചൂടൊന്നുമില്ലായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതിലെ ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്നത് കാണാൻ പറ്റും കേട്ടോ. ഇടയ്ക്കിടയ്ക്കെന്ന് പറഞ്ഞാൽ ഓരോ മിനിറ്റിൽ ഇടവിട്ട് കൊണ്ട് പോകുന്നുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ കുത്തബ് മിനാർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മിനാറിനുള്ളിൽ അറബിക് ലിപികളും കൊത്തുപണികളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ആ ദൂരെ കാണുന്നതാണ് അയൺ പില്ലർ എന്നറിയപ്പെടുന്നത്. കുത്തബ് മിനാർ കോംപ്ലക്സിലെ ഈ അയൺ പില്ലറിന് ഏകദേശം 1600 വർഷം പഴക്കമുണ്ടെന്ന്. എന്നാൽ ഇതുവരെ തുരുമ്പെടുത്തിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. അറബി ലിപിയിലൊക്കെ ഇവിടെ എന്തൊക്കെയോ കൊത്തുപണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പഴയ മസ്ജിദിൻ്റെ അവശിഷ്ടങ്ങളും പ്രശസ്തമായ അയൺ പില്ലറൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 1199 ദില്ലി സുൽത്താനായ മുത്തുദ്ദീൻ ഐബക്കാണ് ആദ്യത്തെ ഒരു നില പണി കഴിപ്പിച്ചത്. അതിനുശേഷം 1229 സുൽത്താൻ ഇൽത്തുമിഷാണ് ബാക്കി 4 നിലകളെയും പണി പൂർത്തിയാക്കിയത്. മിനാറിന് മൊത്തം 5 നിലകളാണുള്ളത്. മുമ്പ് ആളുകൾക്ക് ഇതിനകത്ത് കയറി മുകളിലോട്ട് പോകാനൊക്കെ പെർമിഷൻ ഉണ്ടായിരുന്നു. ഇതിന് മുകളിലേക്ക് പോകാൻ ഇടുങ്ങിയ കോണിപ്പടികളാണുള്ളത്. അപ്പോൾ 1980 അതിനകത്തേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോവുകയും അപ്പോൾ ആളുകൾ പാനിക്കായിട്ട് നല്ല തിക്കും തിരക്കിലും അവിടെ 25 ആൾക്കാർ മരണപ്പെടുകയും കുറേ ആൾക്കാർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. അതിനുശേഷം പബ്ലിക് എൻട്രി ക്ലോസ് ആക്കി ഇപ്പോൾ പുറത്ത് നിന്ന് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. എപ്പോഴെങ്കിലും ഡൽഹിയിൽ വരുന്ന സമയത്ത് പറ്റുകയാണെങ്കിൽ ഇതൊന്ന് പോയി കാണാൻ ശ്രമിക്കണം. ഇതിന് ചുറ്റിലും ഗാർഡനൊക്കെ ഉണ്ട്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത്
വളരെ മനോഹരമായ ആർക്കിടെക്ചറാണ് കേട്ടോ. ഇതിന് മുകളിലുള്ള കൊത്തുപണികളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് അടുത്തതായിട്ട് ലോട്ടസ് ടെമ്പിളിലേക്കാണ് പോകുന്നത്. അതിൽ ഞങ്ങൾ ഡൽഹി മെട്രോയിലാണ് കയറിയത്. അപ്പോൾ ഡൽഹിയിലെ ആ ട്രാഫിക്കിനിടയിൽ നമുക്ക് മെട്രോ യൂസ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. അപ്പം ഞങ്ങൾക്ക് പോകേണ്ട ട്രെയിൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് കയറി. നമുക്ക് 2 ട്രെയിൻ കയറി പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് നമുക്ക് വീണ്ടും അടുത്ത ട്രെയിനിൽ പോകണം. അങ്ങനെ നമ്മൾ അടുത്ത ട്രെയിനിലും കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലോട്ടസ് ടെമ്പിളിലെത്തി. താമരപ്പൂവിൻ്റെ ആകൃതിയിലാണ് ഈ ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. മോഡേൺ ആർക്കിടെക്ചറിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ബഹായ് മതവിശ്വാസികളുടെ ഒരു ക്ഷേത്രമാണിത്. പക്ഷേ എല്ലാ മതത്തിലുള്ളവർക്കും ഇവിടെ വരാൻ പറ്റും. ഇവിടെ പ്രത്യേകിച്ച് ഒരു വിഗ്രഹമൊന്നുമില്ല കേട്ടോ അതിനുള്ളിൽ. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് തന്നെ വളരെ മനോഹരമായിട്ട് ലോട്ടസ് ടെമ്പിൾ കാണാൻ പറ്റും. അതിന് ചുറ്റും ഗാർഡനൊക്കെ ഉണ്ട്. അതൊക്കെ അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇതിനകത്തേക്ക് പോകുമ്പോൾ നമ്മൾ ചെരുപ്പിടാൻ പാടില്ല. അപ്പോൾ അവിടെ പുറത്ത് തന്നെ അതിനൊക്കെ ബാഗ് ഉണ്ടാവും. നമ്മൾ അതിൽ ആക്കിയിട്ട് താഴെ ഉണ്ട് ബാഗ്, ചെരുപ്പൊക്കെ വെക്കാനുള്ള ഏരിയ അവിടെ കൊണ്ടുവെക്കണം. പിന്നെ ഇതിന് എൻട്രി ഫീസ് ഒന്നുമില്ല കേട്ടോ ഇവിടെ. നമ്മൾ അതിനകത്തേക്ക് കടക്കാൻ പോവാണ്. ഇതിനകത്ത് കയറിയാൽ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാനുള്ള പെർമിഷൻ ഒന്നുമില്ല. അതിന് ചുറ്റുമുള്ള കാഴ്ചകളാണ് കണ്ടോ. ആൾക്കാർ ബാഗായിട്ട് വരുന്നത് ചെരുപ്പാണ് അതിനകത്ത്. ഇനി നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ക്യൂ ആയിട്ട് അവിടെ നിൽക്കണം. അവരിങ്ങനെ കുറച്ച് ആൾക്കാരെയാണ് അതിനകത്തേക്ക് വിടുന്നത്. ഇരുപത്തേഴ് മാർബിൾ പെറ്റൽസ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ അധികം ശബ്ദമൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അകത്ത് ഫുൾ സൈലൻസ് ആണ്. ആളുകളെല്ലാം അകത്തിരുന്ന് ശാന്തരായിട്ട് പ്രാർത്ഥിക്കണം. ഇതിന് ചുറ്റിലും വാട്ടർ പൂൾസ് ഉണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡൽഹി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം.